ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് 1921 മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. കലാപം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം 1924 ആലുവയിൽ സർവമത സമ്മേളനം നടന്നത്. അത്തരമൊരു സമ്മേളനം ഇന്ത്യയിൽ ആദ്യമായിരുന്നു. എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ ഒന്നിച്ചു വന്ന് സ്നേഹത്തിന്റെ സന്ദേശം നൽകുന്നത് മനോഹരമായ സങ്കല്പമായിരുന്നു. എന്നാൽ സർവമത സമ്മേളനത്തിന്റെ ആശയവും ലക്ഷ്യവും ഗുരു സ്വീകരിച്ചത് മറ്റൊരു ദിശയിൽ നിന്നാണ്. സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത് ചിക്കാഗോയിൽ നടന്ന സർവമതങ്ങളുടെയും ആഗോള പാർലമെന്റിൽ നിന്നാണ് ആ ആശയം സ്വീകരിച്ചത്. അത് നടന്നത് 1893 ഗുരുവും സർവമത സമ്മേളനവും ആരംഭിക്കുന്നു. സത്യം പറയട്ടെ. വർഷം 1920. ഗുരുവിന്റെ പിറന്നാൾ ദിനത്തിൽ 2 സന്ദേശങ്ങളാണ് അന്ന് പുറപ്പെടുവിച്ചത്. ആദ്യത്തേത് മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇന്നും പറയുന്ന ആ ഒരു വരി മാത്രമല്ല ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ചെത്തുകാരന്റെ ദേഹം നാറും, തുണി നാറും, വീടും നാറും, തൊട്ടതെല്ലാം നാറും എന്ന വരി കൂടി ഉണ്ടായിരുന്നു. തൊഴിൽപരമായ കാരണങ്ങളാലും ഉപജീവനത്തിന് മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തതിനാലും ഈ ആശയം സ്വീകരിക്കപ്പെട്ടില്ല. എന്നാൽ ചെത്തിൽ നിന്ന് പുറത്തു കടക്കാതെ സമുദായം മേൽഗതി പ്രാപിക്കില്ലെന്ന് അന്നത്തെ സന്ദേശത്തിൽ ഗുരു പറയുകയും ചെയ്തിരുന്നു. അന്നത്തെ 2ാമത്തെ സന്ദേശമാണ് കൂടുതൽ കാലിക പ്രസക്തമായത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വരികളുള്ള ജാതി നിർണയം പദ്യമാണ് അന്ന് 2ാമത്തെ സന്ദേശമായി നൽകിയത്. നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും എന്ന് തുടരുന്ന ആ പദ്യം 2ാമത്തെ സന്ദേശമായി നൽകിയ ശേഷം ഗുരു പറഞ്ഞത് ഏറെ പ്രസക്തമാണ്. ഏകമത സന്ദേശമാണ് വേണ്ടതെന്നും സർവ്വമതങ്ങളും ഒത്തുചേരുന്ന സമ്മേളനം നടത്തണമെന്നും ഗുരു നിർദ്ദേശിച്ചു. മതഭേദങ്ങൾ എന്നത് കെട്ടുകഥകൾ മാത്രമാണെന്ന് ഗുരു ഉപദേശിച്ചതും ആ പിറന്നാൾ ദിനത്തിലാണ്. 1920 ഗുരു ഈ സന്ദേശം നൽകിയത്. 1921 മലബാർ കലാപം നടക്കുന്നത്. മലബാർ കലാപത്തിന് മുൻപ് തന്നെ ഈ ആശയം ഗുരുവിലുണ്ടായിരുന്നു. അതിന് പ്രചോദനമായത് സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത ചിക്കാഗോയിലെ സർവമത സമ്മേളനം തന്നെയാണെന്നാണ് ഗുരുവിന്റെ പ്രസംഗങ്ങളും കത്തുകളും സൂചിപ്പിക്കുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സർവമത സമ്മേളനമാണ് ആലുവയിൽ വിളിച്ചുകൂട്ടിയത്. കൊല്ലവർഷം 1999 കുംഭമാസം 20, 21 തീയതികളിലായിരുന്നു അത്. കേരളത്തെ ആകെ മുക്കിയ 99 പ്രളയത്തിന് തൊട്ടു മുൻപായിരുന്നു സമ്മേളനം. സത്യവ്രത സ്വാമികളും സഹോദരൻ അയ്യപ്പനുമായിരുന്നു മുഖ്യ സംഘാടകർ. CV കുഞ്ഞിരാമൻ, TK മാധവൻ എന്നിവർ നേതൃത്വം നൽകി. 15 തന്നെ ശ്രീനാരായണ ഗുരു ആലുവയിലെത്തി മേൽനോട്ടം നേരിട്ട് ഏറ്റെടുത്തു. സമ്മേളന വേദിയിലെത്തിയപ്പോൾ ഗുരു നൽകിയ നിർദ്ദേശമായിരുന്നു നെടുനീളത്തിൽ എഴുതിയ ഒരു വാചകം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നായിരുന്നു ആ വാചകം. ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളുടെ പരസ്യവാചകമായി ഉപയോഗിക്കുന്ന അത് നൂറ്റാണ്ട് മുൻപ് ആദ്യം കോർത്തിണക്കിയത് ശ്രീനാരായണ ഗുരുവാണ്. സർ T സദാശിവ അയ്യരായിരുന്നു സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. മിതവാദി C കൃഷ്ണൻ, മഞ്ചേരി രാമയ്യർ, മഞ്ചേരി രാമകൃഷ്ണയ്യർ, ആര്യ സമാജത്തിന്റെ ഋഷിറാം, ബ്രാഹ്മണ സമാജം പ്രതിനിധിയായി സ്വാമി ശിവപ്രസാദ്, ശ്രീലങ്കയിൽ നിന്നുള്ള ബുദ്ധ സന്യാസിമാർ, ഇസ്ലാം മതത്തെ പ്രതിനിധീകരിച്ച് മുഹമ്മദ് മൗലവി, ക്രിസ്തുമത പ്രതിനിധിയായി KK കുരുവിള എന്നിവരായിരുന്നു വേദിയിൽ. ഋഷിറാം പ്രസംഗിച്ചത് ഇംഗ്ലീഷിലാണ്. അത് തത്സമയം പരിഭാഷപ്പെടുത്തിയത് സഹോദരൻ അയ്യപ്പൻ. സമ്മേളനത്തിന്റെ സമാപനത്തിൽ ഗുരു നൽകിയ സന്ദേശം ഇങ്ങനെയായിരുന്നു: എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശം ഒന്നാണ്. ഹിന്ദുമത അനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് ഒരാവശ്യവുമില്ല. ഈ മതമഹാസമ്മേളനത്തിലെ പ്രസംഗങ്ങളുടെ സാരവും ഇതുതന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ ശിവഗിരിയിൽ ആരംഭിക്കുന്ന മഹാപാഠശാലയിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കും. 5 ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് ഈ സ്ഥാപനം യാഥാർത്ഥ്യമാക്കുമെന്നും ഗുരുവിന്റെ സന്ദേശത്തിൽ പറഞ്ഞു. ഹിന്ദുവായി ജനിച്ചു, ഹിന്ദുവായി ജീവിക്കുമ്പോഴും എല്ലാ മതങ്ങളിലുമുള്ള സാരം ഉൾക്കൊണ്ടാണ് ഇതുവരെ കഴിഞ്ഞതെന്നാണ് ഗുരു നൽകിയ സന്ദേശം. മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായിരുന്നു ഇങ്ങനെ ഒരു സമ്മേളനം. മതങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കുകയല്ലാതെ ഒരു വേദിയിൽ വന്ന് ചർച്ച നടത്തണം എന്ന ചിന്ത ഒരിടത്തും ഉണ്ടായിരുന്നില്ല. പല മതസാരവും ഏകമെന്ന് പാരാതുലകിലൊരാനയിൽ അന്തരെന്ന പോലെ എന്ന ഗുരുവിന്റെ സന്ദേശ ശകലവും ആ സമ്മേളനത്തിൽ വായിക്കപ്പെട്ടു. രാഷ്ട്രം, ഭാഷ തുടങ്ങിയ ഭേദങ്ങൾ ഇപ്പോൾ ലോകത്തുണ്ട്. ഇതിനൊപ്പം മതം, ജാതി തുടങ്ങിയ ഭേദങ്ങൾ ആവശ്യമില്ല. ഏക രാഷ്ട്രവും ഏക മതവും ഏക ജാതിയുമാണ് കൂടുതൽ അഭികാമ്യം എന്നായിരുന്നു
സമ്മേളനത്തിന്റെ പൊതുവായ സന്ദേശം. മതങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അതത് മതസ്ഥാപനങ്ങൾക്ക് മാത്രമാണ് നേട്ടമെന്നും ഏകമതത്തിൽ വിശ്വസിച്ചാൽ പകുതി പ്രശ്നങ്ങളും തീരുമെന്നും തന്നെ സന്ദർശിച്ചവരോട് ഗുരു പറഞ്ഞു. ആലുവ സർവമത സമ്മേളനത്തിന്റെ മുഴുവൻ രേഖകളും പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. മലബാർ കലാപത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളല്ല സർവമത സമ്മേളനത്തിലേക്ക് നയിച്ചത്. ഗുരു തുടക്കം മുതൽ പറഞ്ഞിരുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സങ്കല്പം പ്രാവർത്തികമാക്കുന്നതിനാണ് ഈ സമ്മേളനം വിളിച്ചത്. അത് മലബാർ കലാപത്തെ തുടർന്നുണ്ടായ വികാരത്തിൽ നിന്നാണെന്ന് വാദിക്കാൻ ഒരു രേഖയും ലഭ്യവുമല്ല. നമസ്കാരം.